1926 ജർമ്മനിയിലെ ബെർലിനിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവും അദ്ദേഹത്തിന്റെ ഭാര്യയും. ആ യുവാവ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് ലിയോപോൾ വെയ്സ് എന്നായിരുന്നു. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനും എല്ലാ മതങ്ങളെ പറ്റിയും കൃത്യമായ ധാരണയുള്ള, ബൈബിൾ നന്നായിട്ട് അറിയുന്ന, അരാമിക്കും ഹീബ്രുവും എല്ലാം കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ചില ചിന്തകൾ അദ്ദേഹം ഭാര്യയോട് പങ്കുവയ്ക്കുകയാണ്. ആ ട്രെയിൻ യാത്രയിൽ തങ്ങളുടെ സഹയാത്രികരായ യൂറോപ്യൻസ് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ഭാര്യയോട് ചോദിക്കുകയാണ്, ഇവരെല്ലാം എന്താണ് ഇങ്ങനെ? എല്ലാവർക്കും ഒരു മ്ലാനത കാണുന്നുണ്ടല്ലോ, അവരുടെ മുഖത്തൊന്നും ഒരു തെളിച്ചം കാണുന്നില്ല. ഉള്ളിൽ മറ്റെന്തൊക്കെയോ പുറത്ത് മറ്റെന്തൊക്കെയോ കാണിക്കുന്ന ഒരു ദ്വിമുഖികളായിക്കൊണ്ട് ഇവരെല്ലാം മാറുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? ഇവരെല്ലാം എങ്ങോട്ടാണ് ഇങ്ങനെ ഓടുന്നത്? ഇവരുടെ ലക്ഷ്യം എന്താണ്? അതിൽ അവർക്ക് പിഴച്ചുപോയോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം തന്റെ ഭാര്യയുമായി പങ്കുവയ്ക്കുകയാണ്. ഇതിനെല്ലാം ഭാര്യയ്ക്കുണ്ടായിരുന്ന മറുപടി മൗനം മാത്രമായിരുന്നു. അദ്ദേഹം അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭക്ഷണം പൊതിഞ്ഞ ആ പൊതി ഒന്ന് നോക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിച്ച, ഒരുപക്ഷെ തന്റെ ജീവിതത്തെ തന്നെ വലിയ രൂപത്തിൽ മാറ്റിമറിച്ച 2 ഖുർആൻ വചനങ്ങൾ അദ്ദേഹം കാണുകയാണ്. അത് ഇപ്രകാരമായിരുന്നു: അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാകുമുത് തകാസുർ, മനുഷ്യർ അവർ പെരുമ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ, അത് ഏതുവരെ ആയിരിക്കും? അതവർ തീർച്ചയായും മരണപ്പെട്ട് ഖബറുകളിൽ പോകുന്ന ആ സമയം വരെ മാത്രമായിരിക്കും എന്നുള്ള 2 വചനങ്ങൾ അദ്ദേഹം വായിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളിലേക്ക് ഒരുപാട് ആഴങ്ങളിലുള്ള വേരുകൾ പകരുകയാണ്. അദ്ദേഹം അത് ആഴത്തിൽ ചിന്തിക്കുകയും തന്റെ ഭാര്യയോടായി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കാലങ്ങളായി തേടി നടന്ന വചനങ്ങൾ ഞാൻ അതിലേക്ക് എത്തിയിരിക്കുന്നു, ഞാൻ വീണ്ടും വീണ്ടും അത് പഠിക്കാൻ തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെ ആഴത്തിൽ അതിലേക്ക് ഊടിയിട്ടിറങ്ങാൻ അദ്ദേഹം തയ്യാറാവുകയും കൂടുതൽ പഠിക്കുകയും. തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ ഖുർആൻ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചിട്ടയൊന്നുമില്ലാത്ത ചില വാക്കുകൾ മാത്രമായിട്ടാണ് എനിക്കത് തോന്നിയിരുന്നത്. എന്നാൽ അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും എല്ലാം ആഴത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, അദ്ദേഹത്തിന്റെ വാക്ക് പറയുകയാണെങ്കിൽ, ഒരു അമ്മ തന്റെ കുഞ്ഞിനോട് പറയുന്ന രൂപത്തിൽ അതിന്റെ സ്നേഹവും ലാളനയും ഒക്കെയുള്ള രൂപത്തിലാണ് അള്ളാഹു നമ്മളോട് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും മുഹമ്മദ് ആസാദ് എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുകയും ദ റോഡ് ടു മെക്ക എന്ന വിശ്വവിഖ്യാതമായ ഒരു ഗ്രന്ഥം, കഴിയുമെങ്കിൽ നമുക്ക് വായിക്കേണ്ട ഒരു ഗ്രന്ഥം കൂടിയാണ്, അത് അദ്ദേഹം രചിക്കുകയും അതിന് പുറമെ 40-ലധികം ഇസ്ലാമിന്റെ ആഴത്തിലുള്ള മതപരമായ മൂല്യങ്ങളെല്ലാം പ്രസ്താവിക്കുന്ന, അതിനെപ്പറ്റി പഠനവിധേയമാക്കി അത് എഴുതിയ 40-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മതപരമായ അറിവുകൾ തേടാൻ നമ്മുടെ മനസ്സിൽ ചെറിയ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു കനലുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനെ നമുക്ക് എളുപ്പമാവുന്ന രൂപത്തിൽ അതിനെ പരിവർത്തിപ്പിക്കുമെന്നതിനുള്ള വലിയ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഒന്നും അറിയാത്ത, ഭാഷ പോലും അറിയാത്ത ആളുകൾ, അറിയിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം നിരക്ഷരനായിരുന്നു, ഉമ്മിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പോലും അദ്ദേഹം ഭാഷ പഠിച്ച് അള്ളാഹു പറഞ്ഞു തന്ന മലക്കുകളിലൂടെ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനെ കൃത്യമായി പഠിച്ച് ഒരു വലിയ തത്വചിന്തകനായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അന്നത്തെ കാലത്തുള്ള ഏതെല്ലാം ചിന്തകരായ വ്യക്തികളുണ്ടോ അവരോടെല്ലാം ഏറ്റുമുട്ടാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ കലാമിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് പ്രബോധനം ചെയ്യുവാൻ അള്ളാഹു റസൂലിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കും വലിയ മാതൃകകളാണ്. ഈ അറിവ് തേടി പോവുക എന്നത് നമുക്കുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്ന ചിന്തയാണ് നമുക്ക് ഇവർക്കും ഉണ്ടാവേണ്ടത്. ആലോചിച്ചു, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഭൂജാതരായ ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ പോലും അല്ലാത്ത, യാതൊരു പേരും ഊരും നാടും ഒന്നുമില്ലാത്ത ഒരു സമയം കഴിഞ്ഞുപോയ ആളുകളാണ് നമ്മളൊക്കെ. അവിടെ നിന്ന് ഉമ്മ പ്രസവിച്ചതിന് ശേഷം, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം പിന്നീടാണ് നമ്മൾ പല അറിവും നേടിയെടുത്തത്. നമ്മളായത് അതിന് ശേഷമാണ്. അല്ലാഹു പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നിങ്ങൾ ഒന്നും അറിയാത്ത ഒരു അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, ഉമ്മയുടെ ഉദരങ്ങളിൽ അതിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് അള്ളാഹു അവരുടെ അവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്.
ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒന്നും അറിയുമായിരുന്നില്ല. തലമൂല ചെയ്യാം, നിങ്ങൾക്ക് ഒന്നും അറിയുമായിരുന്നില്ല ആ സമയത്ത്. സ്വന്തം പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത, വാവിട്ട് കരയാനും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാലിട്ടടിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോങ്ങാനും മാത്രം കഴിയുന്ന ഒരു ചെറിയ പ്രായം, ആ ചോര പൈതലായിരുന്ന സമയത്ത് നിന്ന് ഇന്ന് ഈ രൂപത്തിൽ നമുക്കൊക്കെ മാറാൻ, പല കാര്യങ്ങളും കേൾക്കാനും അറിയാനും വായിക്കാനും പഠിക്കാനും ഗവേഷണം ചെയ്യാനും ഒക്കെ സാധിക്കാത്ത രൂപത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ തുടർന്ന് പറയുകയാണ്, വജഅല ലകുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത ലഅല്ലകും തശ്കുറൂൻ. അങ്ങനെ ഒന്നും അറിയാത്ത ആ കാലഘട്ടത്തിൽ നിന്നും ശേഷം അല്ലാഹു നിങ്ങളെ മാറ്റിയെടുത്തു. ശേഷം അല്ലാഹു വജഅല ലകും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, കേൾവിയും കാഴ്ചയും, നിങ്ങൾക്ക് രണ്ട് ഹൃദയങ്ങളും എല്ലാം അല്ലാഹു നൽകിയിരിക്കുന്നു. ലഅല്ലകും തശ്കുറൂൻ, ഇതിനു വേണ്ടി നിങ്ങൾ ആ അള്ളാഹു പറഞ്ഞു തന്ന റബ്ബിനെ കൂടുതൽ അറിയുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ നന്ദിയുള്ള ആളുകളായി മാറുവാൻ വേണ്ടി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ജീവജാലങ്ങൾക്കും ഇല്ലാത്ത വലിയ വിശേഷണമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. സവിശേഷ ബുദ്ധി എന്നതാണത്. ചില കാര്യങ്ങളെ കൃത്യമായി വ്യവച്ഛേദിച്ചറിയുവാനും ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് ബോധ്യത്തോടുകൂടി ഉൾക്കൊള്ളുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ഇവിടുള്ള മറ്റൊരു ജീവജാലങ്ങൾക്കും കഴിയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണോ ഒരു തേനീച്ച കൂട് കൂട്ടുന്നത്, അതുപോലെ തന്നെയാണ് അത് ഇന്നും കൂട് കൂട്ടുന്നത്. അതെങ്ങനെയാണോ ഒരു ജീവി അതിന്റെ ഇരയെ തേടി പോകുന്നത്, ഇന്നും അതുപോലെ തന്നെയാണ് പോകുന്നത്. അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നോക്കൂ, കാലഘട്ടത്തിന്റെ വൈവിധ്യമായ മാറ്റങ്ങളിലൂടെ മനുഷ്യനും പല രൂപത്തിൽ അവന്റെ അറിവിനനുസരിച്ച് അവൻ മാറ്റപ്പെടുന്നുണ്ട്. ഏറ്റവും പുരാതനമായ പ്രാചീനമായ കാലഘട്ടത്തിൽ മനുഷ്യർ പല സാധനങ്ങളും വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് അതിന്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനെ ഇഴച്ച് വലിച്ചു കൊണ്ടുപോകണമായിരുന്നു. പിന്നീട് മനുഷ്യൻ ആലോചിച്ച് ചിന്തിച്ച് അവന്റെ എളുപ്പത്തിന് വേണ്ടി അവന്റെ അറിവിനെ പ്രായോഗികമാക്കിയപ്പോൾ അവൻ ചക്രം കണ്ടുപിടിക്കുകയാണ്. ആ ചക്രത്തിലൂടെ വാഹനങ്ങളിലൂടെ പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ അവന് കഴിയുകയാണ്. ഇനി കടൽ മാർഗത്തിൽ അല്ലെങ്കിൽ ചില പുഴകളിലുമൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി അവൻ ഉണ്ടായിരുന്നത് മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങാടമായിരുന്നു ആദ്യം. അതിൽ നിന്ന് അവൻ മാറി കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഒരു കപ്പലിൽ യാത്ര ചെയ്യണമെങ്കിൽ പായക്കപ്പൽ വേണമെന്ന് അവൻ ചിന്തിക്കുകയും പഠിക്കുകയും അങ്ങനെ പായക്കപ്പലിലേക്ക് വരികയും പിന്നീട് യന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ കപ്പലുകളിലേക്കും ഇന്ന് ഏറ്റവും പുതിയ ഭീമാകാരമായ അന്തർവാഹിനികളിലേക്കും ഒക്കെ മനുഷ്യൻ പരിണമിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു നൽകിയ ഈ സംഉം ബസറും അല്ലെങ്കിൽ അവന്റെ ഫുആദുമെല്ലാം, അവന്റെ ചിന്തയും കേൾവിയും കാതുമെല്ലാം അവന് ഉപകരിക്കുന്ന രൂപത്തിൽ അവന് മാറ്റാനുള്ള സവിശേഷമായ ബുദ്ധിയും അള്ളാഹു മറ്റു ഇതര ജീവജാലങ്ങൾക്ക് ഒന്നുമില്ലാത്ത ആ പ്രത്യേകതയും അള്ളാഹു മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെയാണ് വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളെ ഭാഷകളാക്കി ആ ഭാഷകളിൽ നിന്നും വലിയ ആശയങ്ങൾ നേടിയെടുക്കാനും അറിവുകൾ നേടിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്. തീർച്ചയായും ഇത്തരം അറിവുകളിലൂടെയൊക്കെ ഏതൊരു മനുഷ്യനും സ്വന്തം ബുദ്ധി മാത്രം ഉപയോഗിച്ചുകൊണ്ട്, സ്വന്തം യുക്തി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി തിരിച്ചറിയാൻ അവൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു അറാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്ന് താൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആ മരുഭൂമിയിലൂടെ പോയപ്പോ ഒരു ഒട്ടകം അതിലൂടെ പോയതായി ഞാൻ കണ്ടു. ആ ഒട്ടകം പോയതായി ഞാൻ കണ്ടില്ല, പക്ഷേ ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ കണ്ടു, ഒട്ടകത്തിന്റെ ചില കാഷ്ടങ്ങൾ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലൂടെ ഒരു ഒട്ടകം പോയിട്ടുണ്ടാവുമെന്ന്. അപ്പൊ ഞാൻ കൂടുതൽ ചിന്തിക്കുകയാണ് അതിലൂടെ ഉണ്ടായത്. ഞാൻ ആകാശത്തെ പറ്റി ചിന്തിച്ചു, ഞാൻ ഭൂമിയെ പറ്റി ചിന്തിച്ചു, പർവ്വതങ്ങളെയും അള്ളാഹു നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളെ പറ്റിയും കൃത്യമായി ചിന്തിച്ചു. ഇതിനെല്ലാം പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട്, ഇതൊന്നും സ്വയംഭൂവല്ല എന്നെനിക്ക് സ്വാഭാവികമായും ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ രൂപത്തിൽ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ നീ ഈ സൃഷ്ടിജാലങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് ഉപയുക്തമായ രൂപത്തിൽ ഇതിനെല്ലാം നീ സംവിധാനിച്ചിട്ടുള്ളത് മാ ഖലഖത ഹാദാ ബാതില, ഇതൊരിക്കലും വ്യഥാവിൽ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, തീർച്ചയായും നീ തന്നെയാണ് പരിശുദ്ധൻ എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത്തരം അറിവുകൾ തേടി നമ്മുടെ ചിന്തകളെ ഉണർത്തുക എന്നത് ഖുർആൻ നിരന്തരം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഖുർആൻ തന്നെ പഠിക്കുവാനും വായിക്കുവാനും ഒക്കെ നിരന്തരം നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഖുർആൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം വായിക്കപ്പെടുന്നത്. ഇഖ്റ എന്ന വാക്കുകൊണ്ട് ആരംഭിച്ച പരിശുദ്ധ ഖുർആൻ. ഇഖ്റ എന്ന് തുടങ്ങുന്ന ആ സൂറത്തിലെ ആദ്യത്തെ ചില വചനങ്ങൾ, ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ ആ വചനങ്ങളിൽ 6 തവണയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമായിക്കൊണ്ട്, അറിവ് നേടുന്നതിന്റെ പ്രാധാന്യമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലമ യഅലമു ഖലം ഇഖ്റ, ഇഖ്റ എന്ന് 2 തവണ, അല്ലം എന്ന് 2 തവണ, യഅലം എന്ന് 1 തവണ, ഖലം എന്ന് 1 തവണ എന്ന് തുടങ്ങി ആദ്യമായി അവതരിച്ച ആ വചനങ്ങളിൽ തന്നെ 6 തവണ വിദ്യാഭ്യാസം നേടുന്നതിന്റെ, അറിവ് നേടുന്നതിന്റെ, ആഴത്തിൽ ചിന്തിക്കുന്നതിന്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ പഠനം യഥാർത്ഥത്തിൽ മതപഠനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല.
നമ്മുടെ ഭൗതികമായ പഠനവും ഇന്ന് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായ വിദ്യാഭ്യാസവും എല്ലാം ഇതിന്റെ ഗണത്തിൽ പെടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വലിയ പ്രാധാന്യം ഇത്തരം പഠനങ്ങൾക്കെല്ലാം ഇസ്ലാം നൽകുന്നുണ്ട്. മറിച്ചു അറിവ് നേടുന്ന ഒരു വ്യക്തി അറിവ് നേടാൻ വേണ്ടി അനുഭവിക്കുന്ന എന്തെല്ലാം ത്യാഗങ്ങളുണ്ടോ അതെല്ലാം അവർ വലിയ പ്രതിഫലമായി ആക്കി രേഖപ്പെടുത്തപ്പെടുമെന്നുള്ളതാണ്. അവർ സ്വർഗത്തിലേക്കുള്ള വലിയ എളുപ്പമായി അത് മാറ്റപ്പെടും. അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഒരാൾ അറിവ് തേടി ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ ഈ നിയ്യത്ത് നമുക്കുണ്ടെങ്കിൽ, ഒരുപക്ഷെ സ്കൂളിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി ഈ നിയ്യത്തിലാണ് സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്ന ബോധ്യം അവൻ ഉണ്ടാവണം. ഞാൻ നേടുന്ന അറിവ് അത് എന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവ് എനിക്ക് കനിഞ്ഞരുളിയ വലിയ അനുഗ്രഹമാണ്. ഇത് അള്ളാഹു നന്ദി ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന രൂപത്തിലാണ് ഓരോരുത്തരും അറിവ് നേടേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യം പറയുമ്പോൾ അത് നിർബന്ധമാണ് എന്ന് വരെ പ്രമാണങ്ങൾ കാണാൻ സാധിക്കും. മുസ്ലിം എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നുണ്ട്. അത് ഫർദാണ്. അറിവ് നേടുക എന്നത് നിങ്ങൾക്ക് നിർബന്ധമാണ്. അത് നേടുന്നതിലൂടെ നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, ഫീ സബീലില്ല എന്നെല്ലാം പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാപമോചനത്തിനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇത്തരം അറിവ് നേടുകേണ്ടത്. മത്സ്യം ആഴങ്ങളിലുള്ള കടലുകളിലുള്ള മത്സ്യങ്ങൾ വരെ അങ്ങനെ അറിവ് നേടി പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവന്റെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുമെന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇത്രമേൽ പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാം അറിവ് നേടുന്നതിന്, അത് മതപഠനമാണെങ്കിലും ഭൗതികമായ പഠനമാണെങ്കിലും ഒക്കെ നേടുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് പോലും ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ അറിവിനോടുള്ള വിദ്യാഭ്യാസത്തിനോടുള്ള കാഴ്ചപ്പാടിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അശ്രദ്ധയിലും അലസതയിലുമാണ് പലപ്പോഴും നമ്മളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ തന്നെ കാണാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ മുസ്ലിം സമുദായം പോലും പിന്നോട്ട് പോകുന്ന ഒരു ചില കാഴ്ചകൾ കാണാൻ സാധിക്കും. മറിച്ച് പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ജൂൺ മാസം, ഈ ഒരു മാസം കുറഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കുറച്ച് അവധിയൊക്കെ വന്നെങ്കിൽ പോലും ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഓരോ കുട്ടിയുടെയും മനസ്സിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാവും, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സ്വപ്നങ്ങളെ അവർ ചിന്തിക്കുന്ന ആ ചിന്തയെ അതിനെ പ്രായോഗതലത്തിലേക്ക് എത്തിക്കുവാനുള്ള ചില ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യം ഗൗരവത്തിൽ നമ്മൾ ചോദിച്ചു നോക്കേണ്ടതാണ്. കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ആളുകളുടെ, അതിനുവേണ്ടി പറഞ്ഞയക്കുന്ന ആളുകളുടെ, അതിനുവേണ്ടി സംവിധാനം ഒരുക്കുന്ന ആളുകളുടെ ചിന്താഗതികളും ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളും ഒക്കെ ഒരിക്കലും നമുക്ക് തുലനം ചെയ്തു പോകാൻ ഒരിക്കലും കഴിയാത്ത രൂപത്തിൽ വലിയ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തെ പറ്റിയുള്ള ചിന്തകളില്ല. പഠന നിലവാരം ഓരോ വർഷവും, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിലടക്കം പഠന നിലവാരം കുറഞ്ഞു വരുന്ന ചില മാർക്കുകൾക്കും A+കൾക്കും വേണ്ടി എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഇനി പഠനത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യങ്ങൾ പോലും പലപ്പോഴും സ്കൂളുകൾ ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്നു. അവിടെ ഏറ്റവും പുതിയ ആഘോഷങ്ങളും ത്വരകളും സെലിബ്രേഷൻസും മാത്രം, അതിനുവേണ്ടി മാത്രം സ്കൂളിലേക്ക് പോകുന്ന, താൻ എന്തൊരു ലക്ഷ്യത്തിലാണോ ഈ അധ്യയന വർഷം ആരംഭിച്ചത് ആ ചിന്ത പോലും ഇല്ലാതെ അതേ അധ്യയന വർഷത്തിന്റെ ഏറ്റവും അവസാനം മാതാപിതാക്കൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ വരണമെന്ന് ഒരു നോട്ടീസ് പുറപ്പെടുവിക്കേണ്ട. എന്തിന്? ആ കുട്ടികൾ ഈ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് ഒരു വർഷക്കാലം ഉണ്ടാക്കിയത് ഏറ്റവും അവസാനത്തെ ദിവസം ഇതെല്ലാം അടിച്ചു പൊളിച്ച് കുട്ടികളുമായി അടിയുണ്ടാക്കി പോകേണ്ടവരാണ് എന്ന ബോധ്യം അവർക്ക് കിട്ടുമ്പോൾ മാതാപിതാക്കൾ അവരെ കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതി എത്തിക്കഴിഞ്ഞു. അവർക്ക് ധാർമ്മികത പ്രശ്നമാവുന്നില്ല, സദാചാര മൂല്യങ്ങൾ ഒരു വിഷയമാവുന്നില്ല, സദാചാരം ക്യാമ്പസിന്റെ പടിക്ക് പുറത്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറ്റപ്പെടുമ്പോൾ ഇനി അധ്യാപകരാണെങ്കിൽ വിദ്യാർത്ഥികളുമായി നല്ല ബന്ധം പലപ്പോഴും കീപ്പ് ചെയ്യാൻ കഴിയാറില്ല, അല്ലെങ്കിൽ ഏറ്റവും പുതിയ കാല വിഷയങ്ങളുമായിട്ട് അവർ അപ്ഡേറ്റ് ആയി പോകുന്നില്ല. എന്താണോ ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് അത് തന്നെ കാലങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്യാപകരെയും കാണാൻ കഴിയും. അവരുടെ നിലവാരവും ഉയരുന്നില്ല എന്ന കാര്യം, അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞ് പലപ്പോഴും പെരുമാറാൻ അധ്യാപകർക്കും സാധിക്കാതെ പോകുന്ന. ഈ ഇടയ്ക്ക് നമ്മളൊരു വാർത്ത കേട്ടു. പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിൽ അവിടെ ഉണ്ടായ സംഭവം അത്തരത്തിലൊരു കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അധ്യാപകർക്ക് അതിൽ റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അധ്യാപകരും പുനരാലോചിക്കേണ്ടതുണ്ട്. ഇതുപോലെ സ്കൂളിന്റെ അധികൃതരാണെങ്കിൽ ഈ രൂപത്തിൽ അവിടെ മാനേജ്മെന്റ് ആണെങ്കിലും ഒക്കെ കച്ചവടവൽക്കരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അതിനുവേണ്ടി എളുപ്പം നൽകുന്ന അത്തരം PTA-കളും മാനേജ്മെന്റുകളും ഒക്കെ ആയി മാറുന്ന ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസം എന്ന പ്രക്രിയയ്ക്ക് മതപരമായ ചില മൂല്യങ്ങൾ നമുക്ക് കൽപ്പിക്കേണ്ടതുണ്ട്. അതിന് വലിയ അർഹിക്കുന്ന പ്രാധാന്യം നമ്മുടെ എല്ലാം ചിന്തകളിൽ വരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് ഈ നാടിനോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കാനുള്ള ചില ചിന്തകൾ പകരുകയുള്ളൂ. ഒരു മുസ്ലിം രക്ഷിതാവ് എന്ന നിലയിൽ, ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു മുസ്ലിം അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊക്കെ വലിയ പങ്കുകൾ നിർവഹിക്കാനുണ്ട്. മതബോധമുള്ള ഒരു ഡോക്ടർ, മതബോധമുള്ള ഒരു സയന്റിസ്റ്റ്,
മതം ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, മതബോധമുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ അത് ആ വ്യക്തിക്ക് മാത്രമല്ല, അത് ആ ഒരു കുടുംബത്തിന് മാത്രമല്ല, ഒരു സമൂഹത്തിനും ഒരുപക്ഷെ രാജ്യത്തിനും തന്നെ, അല്ലെങ്കിൽ വരുന്നൊരു തലമുറയ്ക്ക് വരെ വെളിച്ചമാകുന്ന രൂപത്തിലേക്ക് അത്തരം ആളുകൾ മാറ്റപ്പെടുന്നതാണ്. അത്തരം ധാർമ്മിക ബോധമുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് നാം ഇവർ മുന്നോട്ട് പോകേണ്ടത്. അതിന് പകരം ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആരോപണം കേൾക്കുമ്പോഴേക്കും, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് ഒരു ടീച്ചർ അവർ പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. വലിയ രൂപത്തിൽ ചർച്ചയായ ഒരു വിവാദമായിരുന്നു അത്. മുസ്ലിങ്ങൾ ചരിത്രത്തിൽ ഒരു തീപ്പെട്ടിക്കോലകൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അവർ ചോദിച്ചത്. മുസ്ലിങ്ങൾ അവരുടെ ചരിത്രത്തിൽ ശാസ്ത്രത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പിന്നാമ്പുറത്തുള്ള 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതരായിക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസവും ഇല്ല, ബോധവും ഇല്ല, അങ്ങനത്തെ ഒരു തലമുറ, ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ കഴിഞ്ഞു പോയ തലമുറ മാത്രമാണ് ഒരു തീപ്പെട്ടിക്കോലെങ്കിലും അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുടെ എഞ്ചിനെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടിരുന്നു. ഇതിനെല്ലാം വളരെ പ്രൗഢമായിക്കൊണ്ട് അഭിമാന ബോധത്തോടുകൂടി മറുപടി പറയുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം. ഇസ്ലാമിക ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം വിഷയത്തിൽ ഒരു മുസ്ലിമിന്, ഒരു വ്യക്തിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമോ അതിന്റെ ഉത്തുംഗതയിലായിരുന്നു ഇസ്ലാമിക സമൂഹം ഉണ്ടായിരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് തന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പ്രവാചകന് ശേഷമൊക്കെയുള്ള സ്വഹാബിമാരും താബികളും ഒക്കെ അവർ മതപഠനത്തോടൊപ്പം തന്നെ ഭൗതികമായ പഠനത്തിലും തങ്ങൾക്കും തങ്ങളുടെ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവർ പരിണമിക്കുന്ന, അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്ന ചില കാഴ്ചകൾ കാണാൻ കഴിയും. ആസ്ട്രോ ലാബ് പണ്ടുകാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു ആസ്ട്രോ ലാബ്. നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളും അവരുടെ സഞ്ചാരവും അല്ലെങ്കിൽ അതിന്റെ ലാറ്റിറ്റ്യൂഡും ഒക്കെ നോക്കിക്കൊണ്ട് ആകാശ ലോകത്ത് സംഭവിക്കുന്ന കാഴ്ചകളെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ദിവസത്തിൽ നമ്മുടെ സമയത്തിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന രൂപത്തിൽ കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കിയിരുന്നു. ഇതുണ്ടാക്കിയത് CE 750-ലായിരുന്നു. ഒരു മുസ്ലിം ശാസ്ത്രജ്ഞനായ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഫസാലി എന്ന വ്യക്തി ഉണ്ടാക്കിയ ഈ ഒരു സംഗതി, ഇത് ഉണ്ടാക്കിയ ശേഷം അന്നത്തെ കാലത്ത് അന്നത്തെ യൂറോപ്യൻ ആയ ആളുകൾക്ക് അവർക്ക് ഇത് എന്താണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാതെ ഇതെന്തോ ഒരു അലങ്കാര വസ്തുവാണെന്ന് കരുതി അവർ അവിടെ ആ ഒരു പ്രദർശന വസ്തുവിൽ തൂക്കിയിട്ടൊരു അവസ്ഥ പോലും ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അത്രമേൽ മുസ്ലിം ശാസ്ത്രജ്ഞർ ഏറ്റവും മുമ്പിലായിരുന്നു. ഇബ്നു സീനയെ പോലെ, അസ്സഹറാവിയെ പോലെ, മുഹമ്മദ് മൂസ അൽ ഖവാസ്നിയെ പോലെ, ഫാത്തിമ അൽ ഫിഹ്രിയെ പോലെ. ആദ്യമായി ചരിത്രത്തിൽ ഒരു യൂണിവേഴ്സിറ്റി, ഒരു സർവകലാശാല ഉണ്ടാക്കിയത് ഒരു മുസ്ലിം വനിതയായിരുന്നു. അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇബ്നുൽ ഹൈത്തം എന്ന വ്യക്തിയെ പോലെ അദ്ദേഹമൊക്കെ ഏറ്റവും പുതിയ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്ന് പോലും അറിയപ്പെടുന്ന രൂപത്തിലേക്ക് പണ്ട് കാലത്ത് തന്നെ ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തിൽ വലിയ വിപ്ലവങ്ങൾ രേഖപ്പെടുത്തിയ വ്യക്തികളായിരുന്നു അവരൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക സമൂഹം എന്തോ വലിയ പ്രാകൃതരാണ്, മതപരമായി മാത്രം ചില കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകളാണ്, അവർ ഭൗതിക വിഷയത്തിലൊന്നും എവിടെയുമില്ല എന്ന് പറയുന്ന ആരോപണങ്ങളെ ഇവിടെ പ്രാമാണികമായി നേരിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തങ്ങൾ കൈവച്ച ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം ഏറ്റവും വലിയ രൂപത്തിൽ ഇന്നും വിപ്ലവങ്ങൾ തീർത്ത വ്യക്തികളായിരുന്നു മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ, മുസ്ലിം ഗവേഷകർ, മുസ്ലിം പഠിതാക്കൾ, മുസ്ലിം വിദ്യാർത്ഥികൾ പോലും അങ്ങനെയായിരുന്നു. നമ്മൾ അവരുടെ പിന്തുടർച്ചക്കാരാണ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം, നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും മികച്ച രൂപത്തിൽ, ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ, ഏറ്റവും മികച്ച കലാലയത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കണം. അവിടെയുള്ള ഏറ്റവും ടോപ്പറായി മാറാൻ നമുക്ക് സാധിക്കണം. അത് കേവലം കുറച്ച് A+ വാങ്ങുക എന്നതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല നമ്മുടെ വിദ്യാഭ്യാസ മൂല്യങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. സാർവത്രികമായി ധാർമ്മികതയിലും മതബോധത്തിലും ഒക്കെ ഊന്നിക്കൊണ്ടുള്ള, നമുക്കെല്ലാം പുരോഗതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള, ലക്ഷ്യബോധമുള്ള, നമ്മുടെ ഭാവിയെ പറ്റി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വെല്ലുവിളികളെല്ലാം കൃത്യമായി നേരിടുന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മതപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ 5 അടിസ്ഥാനങ്ങളാണ് ഇത്തരം വിദ്യാഭ്യാസങ്ങൾക്ക് നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. പണ്ഡിതന്മാരെ ക്രോഡീകരിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് എഴുത്തും വായനയും അറിയൽ അത് പ്രധാനമാണ്. നമ്മുടെ അടിത്തറ അത് തന്നെയാണ്. ആ എഴുത്തും വായനയും അറിയാൻ എന്തെല്ലാം നമുക്ക് നേടാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം നമ്മൾ പഠനത്തെ വിശാലമാക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ വിഭവങ്ങളെല്ലാം അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നതാണ്. മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണത്. അത് ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യമായ എല്ലാ ചിന്തകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫിസിക്സ് പഠിക്കണം, മാത്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം. അവയിലെല്ലാം ഈ ഭൂമിയിലെ വിഭവങ്ങൾ എങ്ങനെയാണ് മനുഷ്യരായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, അതിനെ പറ്റിയുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ, അതിനെ സമർത്ഥമായി ഉപയോഗിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും നമുക്കുണ്ടാവണം. അതോടൊപ്പം റബ്ബ് നമുക്ക് നൽകിയ റിസ്ഖ് അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നതൊപ്പം അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഫസാദിലേക്ക് പോകാൻ പാടില്ല, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ പഠിക്കുന്ന അറിവിനനുസരിച്ച് ഭൂമിയിൽ കുഴപ്പവും ഉണ്ടാക്കുകയാണെങ്കിൽ ആ അറിവുകൊണ്ട് പ്രയോജനവുമില്ല. E = mc² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു ഇക്വേഷൻ ആണ്.
ആ ഇക്വേഷൻ കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ബൾബും അല്ലെങ്കിൽ ഇവിടെയുള്ള ചലനവുമായി ബന്ധപ്പെട്ട പലതും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാവുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇതേ ഇക്വേഷൻ E=mc² എന്ന അതേ ഇക്വേഷൻ കൊണ്ടാണ് ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നും 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ വലിയ അണുബോംബുകൾ വർഷിക്കാനും കാരണമായി തീർന്നത്. മനുഷ്യർ പുരോഗതിയിലേക്ക് എത്തുമ്പോൾ അതേ ആ പുരോഗതി, അവൻ നേടിയ അറിവ് തന്നെ അവന്റെ അധോഗതിക്കും അല്ലെങ്കിൽ തലമുറകൾക്ക് ഇപ്പോഴും വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തലമുറയായിക്കൊണ്ട് അവിടെയുള്ള ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ഒക്കെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ പിറന്നു വീഴുന്ന കുട്ടികൾ പോലും ആ അണുബോംബിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നേരിടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ അവൻ ഏറ്റവും ഉന്നതിയിലേക്ക് എത്താം. അതുപോലെ തന്നെയാണ് ഖുർആൻ പറഞ്ഞതുപോലെ ഫസാദിലേക്കും, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യത്തിലേക്കും അവൻ എത്താൻ സാധിക്കും. നിങ്ങൾ ഉപകാരപ്രദമുള്ള ഇൽമ് നേടുക, ഭൗതിക ജീവിതം അത് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നേടുന്ന അറിവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അതാണ് പ്രവാചകൻ പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. നിങ്ങളുടെ ജീവിതം അത് എളുപ്പമാക്കാൻ വേണ്ടി അദ്ദീൻ യുസ്ർ, ദീൻ എന്നത് അതും എളുപ്പമാണ്. ജീവിതത്തെ എളുപ്പമാക്കാനാണ് ഈ ദീനിനെയും ഈ അറിവിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവ്, എന്നും രാവിലെ സുബ്ഹി നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്. ആ ഉപകാരപ്രദമായ അറിവിനെ പറ്റി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മതപരമായ അറിവും ഭൗതികമായ അറിവും നിങ്ങൾക്ക് ഉപകാരമുള്ളതാക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നത്. ഈ അടിസ്ഥാനങ്ങളിലാണ് നമ്മുടെ അറിവ് നേടലിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ഇതേ അറിവ് നേടൽ 5 ലക്ഷ്യങ്ങൾ കൂടി ഉള്ളതാവണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നാം നേടുന്ന അറിവ്, ആ അറിവിലൂടെ അള്ളാഹുവിനെയും പരലോകത്തെയും പറ്റി കൃത്യമായ ധാരണയുള്ള, അള്ളാഹുവിനെ കണ്ടെത്താൻ, പരലോകത്തെ കണ്ടെത്താൻ, ഇതിനുശേഷം മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാക്കാനുള്ള രൂപത്തിൽ ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്നതാവണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ പറ്റി നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അഫലാ യഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ആവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ എന്തിലേക്കൊക്കെ പറയുന്നു? ഈ ഭൂമിയുടെ സകലത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഭൂമിയെ പറ്റി, ആകാശത്തെ പറ്റി, ഒട്ടകത്തെ പറ്റി, അല്ലെങ്കിൽ ഇവിടെയുള്ള പർവ്വതങ്ങളെ പറ്റി, മഴയെ പറ്റി, തീയിനെ പറ്റി, വെയിലിനെ പറ്റി, സൂര്യനെ പറ്റി, ചന്ദ്രനെ പറ്റി എല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ആലോചനകൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുലേക്ക് തന്നെയാണ്. ആ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വ നേടാനായിരിക്കണം. നമ്മൾ നേടുന്ന അറിവ് അത് തഖ്വ നേടാൻ കൂടിയായിരിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ തഖ്വ നേടിയാൽ നിങ്ങളുടെ അറിവ് അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എല്ലാ അറിവും അത് പരലോകത്ത് പുണ്യങ്ങളായി മാറാൻ വേണ്ടി ആയിരിക്കണം എന്ന ബോധ്യവും നമുക്ക് ഉണ്ടാവണം. പ്രിയമുള്ളവരെ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കുമ്പോൾ ആ ഏറ്റവും പുതിയ ടെക്നോളജി പോലും നമ്മൾ നേടിയ ആ അറിവിനെ നമുക്ക് ദഅവത്തിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യത്തെ സത്യമായി തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കും. അതല്ലാത്ത ഒരു തെറ്റായ ഒരു കാര്യത്തെ തെറ്റാണെന്ന് പറഞ്ഞൊരു കമന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ചില ലൈക്കുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ നേടുന്ന അറിവിനെ ആ രൂപത്തിൽ പുതിയ കാല ടെക്നോളജികൾ മാറി വന്നാലും നമുക്ക് അറിവ് നേടുന്നത് നമ്മുടെ പരലോകത്തുള്ള പുണ്യങ്ങളായി മാറ്റാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം. നാലാമതായിക്കൊണ്ട് ആ അറിവ് നേടുന്നതിലൂടെ പുരോഗതിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തിയുടെ പുരോഗതി, ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ പുരോഗതി, അത് സമൂഹത്തിന്റെ പുരോഗതി, രാജ്യത്തിന്റെ പുരോഗതി, അങ്ങനെ ഒരു തലമുറയുടെ വരെ പുരോഗതിക്ക് നമ്മൾ നേടുന്ന അറിവ് മാറുമെങ്കിൽ അത് നമുക്ക് പുണ്യകരമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അറിവ് നേടിക്കഴിഞ്ഞാൽ അത് നാം സ്വയം വഞ്ചിതരാകാതിരിക്കാനും നമ്മൾ മൂലം മറ്റൊരാൾ വഞ്ചിക്കപ്പെടാതിരിക്കാനും അത് നിങ്ങൾ സഹായിക്കുമെന്നും പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, അറിവ് നേടുക എന്ന വിഷയത്തിൽ, അത് മതപരമായ അറിവിനൊപ്പം തന്നെ ഭൗതികമായ വിഷയത്തിലും ഏറ്റവും ടോപ്പിലെത്താനുള്ള ശ്രമങ്ങളാണ് വിദ്യാർത്ഥികൾ നേരിടേണ്ടത്. വിദ്യാർത്ഥികൾ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്നത്, നാം സ്കൂളിലേക്ക് പോകുമ്പോൾ ബാഗും തൂക്കി കുടയും എടുത്ത് കുറച്ച് ബുക്കുകളുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ കേവലം ഇന്ന് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാം എന്ന ചിന്തയായിരിക്കരുത് ഉണ്ടാവേണ്ടത്. നമ്മുടെ ദീനിനെ ഏറ്റവും മുഖ്യ നിലയിൽ വെച്ചുകൊണ്ട് അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിലെല്ലാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്നത് ഞാൻ നേടുന്ന അറിവ് അത് എനിക്കും എന്റെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ ഉപകാരമുള്ള രൂപത്തിലുള്ള അറിവാക്കി മാറ്റുവാനും അതിന് എന്റെ മതബോധത്തിന് അല്ലെങ്കിൽ എന്റെ മതപരമായ വിഷയത്തിൽ യാതൊരു ഏറ്റക്കുറച്ചും ഇല്ലാത്ത രൂപത്തിൽ എന്റെ സ്കൂൾ പഠനം പൂർത്തിയാക്കാനും എന്റെ കോളേജ് പഠനത്തിലേക്ക് പൂർത്തിയാക്കാനും എനിക്ക് സാധിക്കണം എന്ന ബോധ്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ടത്. അവന്റെ നമസ്കാരം അത് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. എത്ര വലിയ ക്യാമ്പസ് ആണെങ്കിലും എത്ര തിരക്കുള്ള പരീക്ഷാ സീസൺ ആണെങ്കിലും നമസ്കാരം അത് സമയത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ അപരാധമാണ് എന്ന ബോധ്യം ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവണം. എത്ര നല്ല കൂട്ടുകാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ കൂടെ ഞാനില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന വിദ്യാർത്ഥിക്ക് സാധിക്കണം. അല്ലെങ്കിൽ ലഹരിയുടെ ഇടങ്ങളായി വരുന്ന എടാ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കടാ എന്നൊക്കെ പറയുന്ന ഇടങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഞാനില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന വിദ്യാർത്ഥികളായി മാറണം. അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ ഏറ്റവും മുന്നിലുണ്ടാവണം. അവർ പ്രതിസന്ധികൾ എന്തെങ്കിലും വരുമ്പോൾ അതിൽ തകർന്നു പോവാതെ ഒരു A+ കുറഞ്ഞു
എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്ന ചെറിയ ചെറിയ ടയറിൽ കെട്ടി ആടുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അത്തരം കാഴ്ചകൾ. അതൊരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവരുത് എങ്കിൽ അവന് ഈ പറഞ്ഞ മതബോധമായിരിക്കണം ഏറ്റവും പ്രയോറിറ്റി ഉണ്ടാവേണ്ടത്. കാരണം ഈ ലോകമല്ല ശാശ്വതം, നാളെ പരലോകമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവും. തന്നെ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധം വിദ്യാർത്ഥിക്ക് ഉണ്ടാവും. അവനെ ബാംഗ്ലൂർ കൊണ്ടാക്കിയ പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവന് ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോയാൽ പ്രശ്നം ഉണ്ടാവില്ല. എവിടെ പോയാലും എന്റെ റബ്ബ് എന്നെ കാണും. ഒരു CCTV എങ്ങനെ നമ്മൾ ഇന്ന് നോക്കിക്കാണുന്നുവോ അതിനേക്കാൾ എത്രയോ മടങ്ങ് കൃത്യമായി എന്റെ ഓരോ ചലനങ്ങളും എന്റെ കണ്ണിന്റെ ഇടമവെട്ടൽ പോലും കാണുന്ന ഒരു റബ്ബ് എന്നെ നോക്കിയിരിക്കുന്നുണ്ട് എന്ന ചിന്തയുള്ള ഒരു വിദ്യാർത്ഥി അവൻ തിന്മയിലേക്ക് പോവുകയില്ല. അത്തരം ചിന്തകളാണ് ദീനിനെ മുഖ്യ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കേണ്ടത്. രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾക്ക് നമസ്കാരത്തിൽ ഒരു പ്രയാസം വരുന്നുണ്ടോ? ചെറിയ പ്രായമായിരിക്കാം, അപ്പൊ ആ പ്രായത്തിലും അന്ന് വേണ്ട, അത്ര സ്ട്രിക്റ്റ് ആയി കാണുന്നു വേണ്ട എന്ന് ചിന്തിക്കുന്നതിനപ്പുറം അവർ നമസ്കരിക്കാനും അവരുടെ ഡ്രസ്സിങ്ങിനും തട്ടം ഇട്ടുകൊണ്ട് ഷാൾ ഇട്ടുകൊണ്ട്, അത് എത്ര വലിയ അന്യമതസ്ഥരുടെ ക്യാമ്പസ് ആണെങ്കിൽ പോലും അവിടെ ഷാൾ ധരിക്കാൻ ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് കൃത്യമായി അടുത്ത PTA മീറ്റിംഗിൽ പോയി അവിടെ റേസ് ചെയ്തുകൊണ്ട് അതിനുള്ള പരിഹാരം കാണുന്ന രൂപത്തിൽ നമ്മുടെ മക്കളുടെ മതപരമായ മൂല്യങ്ങൾക്ക് അനുഗുണമാവുന്ന രൂപത്തിലായിരിക്കണം അവരുടെ പഠനകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവരുടെ കൂട്ടുകാർ, അവരുടെ അധ്യാപകർ, അല്ലെങ്കിൽ മറ്റു രക്ഷിതാക്കൾ, ഇവരെല്ലാമായിട്ട് കൃത്യമായ ധാരണ ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൗതികമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ ധാർമ്മികമായി എന്റെ മകൻ അല്ലെങ്കിൽ മതപരമായി എന്റെ മകൾ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, ഖുർആനെ പറ്റി എത്ര ധാരണ അവർക്കുണ്ട്, അവർ എത്രമാത്രം ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്ന ചിന്ത ഓരോ രക്ഷിതാവും മനസ്സിലാലോചിക്കേണ്ടതാണ്. അതിലൊരിക്കലും ഒരു കുറവും ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ പോലും, പെൺകുട്ടികൾക്ക് +2 വരെ മാത്രമാണ് ഓടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഡിഗ്രി വരെ മാത്രമാണോ? അല്ല, മറിച്ച് അവരുടെ വിവാഹത്തിന് ശേഷവും അവർക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കി കൊടുത്ത് അത്തരം വിവാഹ ആലോചന വരുമ്പോൾ തന്നെ കൃത്യമായ ധാരണയുള്ള അത്തരം ആളുകളുമായി സംസാരിക്കുന്ന, നേരത്തെ ധാരണയിൽ എത്തുന്ന, അവരുടെ വിദ്യാഭ്യാസത്തിലൊന്നും ഒരിക്കലും ഒരു പോറൽ സംഭവിക്കാത്ത രൂപത്തിൽ ആയിരിക്കണം അവർ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഈ രൂപത്തിൽ മതപരമായ രൂപത്തിൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ രീതി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ വിപ്ലവം എന്നുള്ളത്. ഇന്നും ഈ കഴിഞ്ഞ ദിവസം പോലും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കിടയിൽ ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിനിടയിൽ അവർക്ക് സൂംബ ഡാൻസ് എന്നത് ഒരു വലിയ പരിഹാരമായിക്കൊണ്ട് സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു കാഴ്ച. ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പരിഹാരമായിക്കൊണ്ട് സൂംബ ഡാൻസ് കുട്ടികളിൽ നിന്നും രാവിലെ വന്ന് സ്കൂൾ തുറന്നതിന് കുറച്ച് മുമ്പും ഇടവേളകളിലുമൊക്കെ അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഇങ്ങനെ തുള്ളണം, എല്ലാവരും ഡാൻസ് കളിക്കണം. ആ ഡാൻസ് കളിക്കുന്ന അത് അവർക്ക് അവരുടെ മനസ്സിലെ സ്ട്രെസ്സിനെ ഇല്ലാതാക്കാനും അങ്ങനെ ലഹരിയിൽ നിന്ന് മാറി നിൽക്കാനും കഴിയുമെന്നുള്ള ഒരു മിഥ്യാധാരണ വളർത്തുന്ന അതൊരു വലിയ പരിഹാരമായിക്കൊണ്ടൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. എല്ലാവരും നിർബന്ധമായിട്ട് കളിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കാൻ കൃത്യമായ ബോധം നമുക്ക് നമ്മുടെ മക്കൾക്കും ഉണ്ടാവണം. അത്തരമൊരു ഡാൻസ് ഐറ്റം അത് കളിച്ചതുകൊണ്ടല്ല ലഹരിയിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. അത് ഇത്തരം ബോധ്യങ്ങൾ, ലഹരി അത് തിന്മകളുടെ മാതാവാണ് എന്ന ബോധ്യമുള്ള ഒരു കുട്ടി, അങ്ങനെയുള്ള ഒരു മകനാണെങ്കിൽ അത്തരം കൂട്ടുകെട്ടിൽ അവൻ ഉണ്ടാവുകയില്ല. അവൻ ഈ ഡാൻസ് കളിച്ചുകൊണ്ടും കോപ്രായം കളിച്ചുകൊണ്ടും അല്ല അവൻ ലഹരി തുരത്തേണ്ടത്. അത്തരം ചിന്താഗതി അതിനെ ന്യായീകരിക്കുന്ന, അത് വലിയ വിവാദമാക്കി അതിനെതിരെ ആരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ അവരെല്ലാം 6ാം നൂറ്റാണ്ടുകാരായ, നേരത്തെ പറഞ്ഞ പുതിയ കാലത്തേക്ക് വണ്ടി കിട്ടാത്തവരായ, പ്രാകൃതരായ, മോശക്കാരായ, ഇപ്പൊ ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാറി നിന്ന് കഴിഞ്ഞാൽ, ഒരു കുട്ടി മാറി നിന്ന് കഴിഞ്ഞാൽ അവനെ കളിയാക്കുന്ന, അവനെ കുത്തുവാക്ക് പറയുന്ന, അവനെന്തോ ഈ നൂറ്റാണ്ടിന് ചേരാത്തവനായി ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടും ഒരു പ്രതലവും യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. അതിനെയെല്ലാം മാറ്റാൻ യഥാർത്ഥത്തിൽ വിശ്വാസപരമായി നമുക്കൊരു വിഷയം ഹറാമാണോ, ഞാൻ അതിലേക്കില്ല, വിശ്വാസപരമായി നമുക്ക് ഹലാലാണോ, ഒരു പ്രശ്നമില്ല, ഞാൻ ഏറ്റവും മുമ്പിലുണ്ടാവും എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറാൻ എന്ത് വിഷയത്തിലും പ്രമാണങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അത് ഡാൻസ് ആയാലും പാട്ടായാലും ലഹരി ആയാലും പുതിയ വിദ്യാഭ്യാസത്തിന്റെ പുരോഗമിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മാറ്റങ്ങളായാലും ഒക്കെ അവിടെ യഥാർത്ഥത്തിൽ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, പൊതുബോധത്തിനല്ല മതബോധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നല്ല മക്കളായും നല്ല രക്ഷിതാക്കളായും മാറാനുള്ള ശ്രദ്ധയും ജാഗ്രതയുമാണ് നമ്മൾ കാണിക്കേണ്ടത്. അള്ളാഹു ഇതിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസം പൂർത്തിയാക്കി നാളെ മുഹറത്തിലേക്ക്, അടുത്തൊരു വർഷത്തെ മുഹറത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇസ്ലാമികമായി ഹിജ്റ കലണ്ടർ പ്രകാരം നാളെ മുഹറത്തിന്റെ 1ാമത്തെ ദിവസത്തിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ മതപരമായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം.
അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഇടങ്ങളും സ്ഥലങ്ങളും ഒക്കെയുണ്ട്. പരിശുദ്ധ മസ്ജിദുൽ ഹറവും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും ഒക്കെ സ്ഥലങ്ങളിൽ ശ്രേഷ്ഠകരമാണ്. ചില സമയങ്ങൾ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചില മാസങ്ങൾ, ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പ്രത്യേകം അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള മാസങ്ങളിൽപ്പെട്ട ഒരു മാസത്തിലേക്കാണ് നാം നാളെ പ്രവേശിക്കുന്നത്. ഇത്തരത്തിൽ അള്ളാഹു പവിത്രമാക്കുന്ന അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതിനെ കൃത്യമായി ആദരിക്കുക എന്നതും ബഹുമാനിക്കുക എന്നതും അത്തരം സമയങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ അത് പുണ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായ നീയത്തോടുകൂടി ചെയ്യുക എന്നതുമാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ഷായിറുകൾ, അള്ളാഹുവിന്റെ ഷിഗറുകളെ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അവരാരെങ്കിലും ബഹുമാനിക്കുകയാണെങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവരുടെ മനസ്സുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ തഖ്വയുള്ളതിന്റെ ഒരു ലക്ഷണമായിക്കൊണ്ട്, ഒരു അടയാളമായിക്കൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഹറം മാസം എന്നത് അത് അള്ളാഹുവിന്റെ മാസമാണ്. മുഹറത്തിന്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം. അതുപോലെ തന്നെ അത് അള്ളാഹുവിന്റെ മാസം, ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മാസം കൂടിയാണ്. അതുപോലെ യുദ്ധം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ട, നിരോധിക്കപ്പെട്ട ഒരു മാസം കൂടിയാണ്. അതുപോലെ ഹിജ്റയ്ക്കുള്ള, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ ഹിജ്റ അത് നടക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്ന സമയം കൂടിയാണ് മുഹറം മാസം. മൂസാ നബി അലൈഹിസ്സലാം ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ട മാസം കൂടിയാണ് മുഹറം. അതുപോലെ തന്നെ ശ്രേഷ്ഠമായ നോമ്പുകളുള്ള മാസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ആശൂറാവും താസുറാവും ഒക്കെ വരുന്ന ഒരു മാസം കൂടിയാണ് മുഹറം. ആ മുഹറത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിയുവാനുള്ള ഒരു ശ്രദ്ധ കൂടി വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ മുഹറം മാസത്തിനെ പോലും നഹ്സായിക്കൊണ്ട്, അതിനെ ഒരു മോശപ്പെട്ട സംഗതി ആയിക്കൊണ്ട്, ഒരു നല്ല കാര്യവും തുടങ്ങാൻ പാടില്ലാത്ത ഒരു സമയമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന പൗരോഹിത്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. മുഹറം മാസം അത് അള്ളാഹുവിന്റെ മാസമാണെന്ന് പറയുന്ന അള്ളാഹുവിന്റെ കൽപ്പനയുള്ളപ്പോൾ അതിന് പിന്നെ എങ്ങനെയാണ് നഹ്സ് എന്ന രൂപത്തിൽ അതിനൊരു വിരോധിക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ശുഭകാര്യവും തുടങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള മാസമാക്കി മാറ്റാൻ കഴിയുക? എത്രമാത്രം വൈരുദ്ധ്യമാണ്, എന്തൊരു വലിയ അപരാധമാണത്. അതൊരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നഹ്സ് എന്നൊരു സമ്പ്രദായം ഇസ്ലാമിലില്ല. ഒരു സംഗതിയും അത് മോശപ്പെട്ടതാണെന്നും ആ സമയത്ത് ഒരിക്കലും അത്തരം നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പാടില്ല എന്നും ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. ആ ചിന്താഗതി വന്നത് ഷിയാക്കളിൽ നിന്നാണ്. ആ ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ ആ കൂട്ടത്തിൽ പെട്ട് മുഹറം മോശമാണ്, അതുകൊണ്ട് ഈ മാസത്തിൽ നല്ലതൊന്നും തുടങ്ങണ്ട, കട ഉദ്ഘാടനം ചെയ്യേണ്ട, വീടിരിക്കൽ ഈ മാസം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അത്തരം മെസ്സേജുകൾ വാട്സപ്പിലും ഇപ്പൊ മുഹറം മാസത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകമായപ്പെട്ട ചില ദിക്റുകളും ദുആകളും നോമ്പുകളും 100 ദിക്റുകൾ, 1000 ദിക്റുകൾ തുടങ്ങി പലതും വരാനുണ്ട്. ഇതൊക്കെ വാട്സപ്പിൽ വരുമ്പോൾ അവിടെ അതിനെതിരെ ശബ്ദിക്കുന്ന, അതൊരിക്കലും ഇസ്ലാമികമല്ല, അത് ബിദ്അത്താണ് എന്ന് ഉറക്കെ പറയുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇപ്പൊ ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ 13 നമ്പർ, ഇതൊക്കെ പലർക്കും ഒരു മോശപ്പെട്ട ദുശ്ശകുനമായി കാണുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രത്യേകമായ ചില നമ്പറുകളെ ഭാഗ്യ നമ്പറായിക്കൊണ്ട് 786 എന്നൊരു ഭാഗ്യ നമ്പറായി കാണുന്ന ചില ആളുകൾ ഇന്നും കാണാൻ സാധിക്കും. ഇസ്ലാമികമായി പ്രമാണബദ്ധമായി അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന ചിന്ത കൂടി നമുക്ക് ഏവർക്കും ഉണ്ടാവണം. ഒരു പുതുവർഷത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ പോകുന്ന പോക്ക് അത് നമ്മുടെ മരണത്തിലേക്കുള്ള പോക്കാണ് എന്ന ചിന്ത കൂടി യഥാർത്ഥം നമുക്കൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ആ മരണത്തെ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാകുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ വരേണ്ട ചിന്തകൾ അത് വീണ്ടും വിചാരത്തിൻ്റെതാണ്, അത് തിരിച്ചറിവിൻ്റെതാണ്. ഇത്രയും കാലം അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു നൽകിയ ഈ വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിച്ച് ആസ്വദിച്ച് ജീവിച്ചു വന്ന നമ്മൾ എത്ര കണ്ട് റബ്ബിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ ലഅല്ലകും തശ്കുറൂൻ, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി ചെയ്തുകൊണ്ട് അവന്റെ വിധിവിലക്കുകളിൽ കാണാൻ പാടില്ലാത്തത് കാണാതെ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതെ, ഒഴിവാക്കേണ്ട ഹറാമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ഇഖ്ലാസോടുകൂടി അവന്റെ കൽപ്പനകളെ ഏറ്റെടുക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിച്ചു എന്ന ചോദ്യം നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മരണത്തെ നോക്കിക്കാണുന്ന, മരണത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്ന ബോധ്യത്തോടു കൂടി കൂടുതൽ നന്നാവാനും തത്വം പാലിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുഅദ്ദിൻ, ഈ പള്ളിയുടെ മുഅദ്ദിൻ, അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പഠിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ സ്വതത്തകളിൽ അദ്ദേഹത്തിന് ഒരു ഇടം കൊടുക്കുക, കഴിയുന്ന ഒരു എമൗണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നവരൊക്കെ അത് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം
പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അവരുടെ എല്ലാം ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി തരുമാട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും രോഗങ്ങൾ കൊണ്ട് നമ്മുടെ പള്ളിയിൽ പോലും കിഡ്നി പ്രയാസം അനുഭവമുള്ള ഡയാലിസിസ് ആഴ്ചയിൽ 1, 2, 3 ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ശിഫാവാൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മളെയൊക്കെ പോലെ ആരോഗ്യകരമായ ഒരു ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതം അത് ഹൈറാവുന്ന കാലത്തോളം ആയുസ് അല്ലാഹു നമുക്ക് നീട്ടി തരുമാറാകട്ടെ. മരണം എപ്പോഴാണ് ഹൈറാവുന്നത് ആ ഒരു സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിത്യതരത്തിൽ വിയർപ്പുതുള്ളികളുമായിട്ട് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഈ പറഞ്ഞ പുതിയ കാലത്ത് വിദ്യാഭ്യാസ രീതികളിൽ ഏറ്റവും നല്ല രൂപത്തിൽ മതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖും അത്തരത്തിൽ കൺകുളിർമയുള്ള മക്കളായിക്കൊണ്ട് നമ്മുടെ മക്കൾ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഏറ്റവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് പോലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, മിസൈൽ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു നിർഭയത്വവും സമാധാനവും സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.